ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലൈൻഡ് ബാഗാണ്. അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് സാധനങ്ങൾ, ഒന്ന് ടേപ്പും ഒന്ന് പേപ്പറുമാണ്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതേപോലെ A4 ഷീറ്റ് ഒന്ന് മടക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ട വലിപ്പത്തിനനുസരിച്ച് A4 ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഓഷ്യൻ തീമിലുള്ള ബ്ലൈൻഡ് ബാഗാണ്. അപ്പം പിൻട്രസ്റ്റിൽ നിന്നാണ് പിക്ചേഴ്സൊക്കെ എടുത്തേക്കുന്നത്. ഞാൻ സൈഡിൽ കൊടുക്കാം. പിക്ചർ ഫുള്ളും വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കളർ ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ബ്ലൈൻഡ് ബാഗ് ചെയ്യുമെന്ന് വെച്ച് കമൻറ്റ് വന്നപ്പോൾ ഇത് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ സാധനത്തെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോൺ എടുത്ത് അപ്പം തന്നെ സെർച്ച് ചെയ്തപ്പം എനിക്കങ്ങനെ ഓഷ്യൻ തീമിലുള്ള ഒന്നും കണ്ടില്ല. ഞാൻ കുറേ ചോക്ലേറ്റ്, സ്കൂൾ കിറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓഷ്യൻ ചെയ്യാം, അതൊരാരും ചെയ്യാത്തൊരു സാധനമായതുകൊണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിൽ ഓഷ്യൻ എന്ന് എഴുതി കൊടുത്തിട്ട് ബ്ലൈൻഡ് ബാഗ് എന്നും കൂടെ എഴുതിയെടുത്ത് അതിന് ശേഷം അത് രണ്ടും കൂടെ ഒന്ന് കളർ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ ഫ്രണ്ട് ഭാഗം റെഡിയായി കിട്ടും. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒന്ന് എഴുതി കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ തരം ഗിഫ്റ്റാണ് കിടക്കുന്നതെന്ന് കാണിക്കണതാണ് അത്. അതായത് എന്ത് ടൈപ്പ് ഓഫ് ഗിഫ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്, കോമൺ ആണോ, റെയർ ആണോ, എപ്പിക് ആണോ, ലെജൻഡറി ആണോ എന്ന്. ഇനി നമുക്കിത് രണ്ട് സൈഡും ടേപ്പ് വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പൗച്ച് രൂപത്തിൽ സംഭവം കിട്ടും. അധികം നിങ്ങളെ ലാഗ് അടിപ്പിക്കാതിരിക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്തിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. പൗച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ സാധനം സ്ക്യൂഷീസ് ഉണ്ടാക്കാം. ഇതിങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ഓഷ്യൻ ക്യാരക്ടേഴ്സിനെ ഏതെങ്കിലും വരച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒക്ടോബസും സീലുമാണ് വരച്ചു കൊടുക്കുന്നത്. സീലിന് എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്കൊന്ന് കളർ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത ആളെ വരയ്ക്കാം. അടുത്തത് സീലിനെയാണ് വരയ്ക്കുന്നത്. കണ്ടില്ലേ, സീല് നല്ല രസമല്ലേ കാണാൻ. അതുപോലൊന്നും ആയില്ല, എന്നാലും ഞാൻ എന്നെ മാക്സിമം ശ്രമിച്ചത് വരച്ചെടുത്തു. വരയ്ക്കാൻ അറിയില്ലേ വിഷമിക്കേണ്ട, ഏതെങ്കിലും ട്രേസിങ് ആപ്പ് ഉപയോഗിച്ച് വരച്ചാൽ മതി, അപ്പോൾ സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇവനെ കളറടിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. അതിന് ഞാൻ ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ ചേർത്താണ് അടിച്ചെടുക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്തു അങ്ങനെ. ഇനി നമുക്ക് ഇവന്മാരെ ഫുൾ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞെക്കണ സമയത്ത് പേപ്പർ ചുളുങ്ങാനും കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ വലിയ പൗച്ച് ഉണ്ടാക്കിയ പോലെ തന്നെ ഇവന്മാരെ രണ്ട് സൈഡിലും ടേപ്പ് ഒട്ടിച്ചിട്ട് ഒരു പൗച്ച് പോലെ ആക്കിയെടുക്കണം. എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. പഞ്ഞി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് സ്റ്റഫ് ചെയ്യാമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഞാൻ ഇവിടെ പഞ്ഞി എടുത്തേക്കുന്നത്. ഇവിടെ കിടന്നൊരു പാവ എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തെടുത്ത പഞ്ഞിയാണിത്. തിരിച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കൊല്ലും. പഞ്ഞി സ്റ്റഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് കുത്തി തിരികെ പോലെ വേണം വെക്കാൻ. എങ്കിലേ നമുക്ക് ആ ഞെക്കുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. നമുക്കിതിൻ്റെ മോൾ ഭാഗം കൂടെ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ മുൻപ് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. സംഭവം ഞെക്കാൻ നല്ല രസമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ASMR കാണിച്ചു തരാം. ഇവൻ ഉണ്ടാക്കിയെടുത്ത പോലെ നമുക്ക് മറ്റവനെ കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇവന്മാരെ ഇടാൻ വേണ്ടി ഒരു പൗച്ച് ഉണ്ടാക്കണം. അത് നമ്മൾ നേരത്തെ ബ്ലൈൻഡ് ബാഗ് ചെയ്ത പോലെ തന്നെയാണ്. ഇതേപോലെ പേപ്പർ എടുത്തിട്ട് ഇവർ ഫിറ്റ് ആവുണ്ടോ നോക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അവർക്ക് ഇരിക്കാൻ പറ്റിയ രീതിക്ക് വേണം പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ടൈറ്റായിട്ട് ഉണ്ടാക്കരുത്. രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു. അവന്മാർക്ക് രണ്ടുപേർക്കുള്ള പൗച്ചായി. ഇനി ഇതേപോലെ വല്ല ക്വസ്റ്റ്യൻ മാർക്ക് എന്തെങ്കിലും വരച്ചു കൊടുക്കുക, ഒരു ഡിസൈൻ പോലെ ആയിക്കോട്ടെ. അതിന് ശേഷം അവന്മാർ രണ്ടുപേരും അതിനകത്ത് ഇട്ടിട്ട് പഴയ പോലെ ടേപ്പ് വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് എക്സസ് ആയിട്ട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. നമുക്ക് വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അങ്ങനെ പൗച്ച് രണ്ട് റെഡിയായി, അവന്മാരെ നമ്മൾ അതിനകത്തിട്ട് കൂട്ടി. ഇനി നമുക്ക് ഇതേപോലെ വല്ല ഡിസൈനും വരച്ചു കൊടുക്കാം. കുറച്ച് ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കത്രിക എന്തെങ്കിലും വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കട്ട് ചെയ്യുന്നുള്ള രീതിയിലുള്ള സൂചനയായി. അടുത്തത് ഇതേപോലെ ഒരു പേപ്പർ കഷ്ണം എടുക്കുക, അതിൽ വാട്ട് യു ഗെറ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ട് അതിന് ശേഷം ഏതാണോ നമുക്ക് കിട്ടേണ്ട ലെവൽ ഓഫ് ഗിഫ്റ്റ് നിങ്ങൾ തീരുമാനിക്കണത് അതെടുക്കാൻ. ഞാൻ ഇവിടെ എപ്പിക്കാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ വലിയ പൗച്ചിലോട്ട് ഇതെല്ലാം കൂടെ വാരിയിടാം. ഉണ്ടാക്കിയതൊക്കെ ഇട്ട് വയ്ക്കാൻ ഓർമ്മിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ പകുതി താഴെയും പകുതി ഉള്ളിലൊക്കെ ആയിട്ട് കിടക്കും. ഇനി നമ്മൾ എഴുതിയിട്ടാൽ ചെറിയ കടലാസ് മുകളിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ താഴെ പോയി അൺബോക്സ് ചെയ്യുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്, നമുക്ക് അതിന് മുകളിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോട്ടഡ് ലൈൻ ഒരു കത്രിയുടെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് സെറ്റായി. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.